പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ആദ്യത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. UK ടൂറിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന റോ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിൻ്റെ സമയത്തിലും വ്യത്യാസമുണ്ടായിരിക്കും. പുലർച്ചെ 1:30 മുതലാണ് നമുക്ക് റോ എപ്പിസോഡ് അടുത്ത ചൊവ്വാഴ്ച ലൈവ് കാണാൻ സാധിക്കുക. അടുത്ത റോ എപ്പിസോഡിലേക്ക് 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് നിലവിൽ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ച് മുൻ ചാമ്പ്യനായ മെക്സിനി ഡുപ്രിക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു റീമാച്ച് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഈ മത്സരത്തിൽ ബെക്കി ലഞ്ചിന് തന്നെയാണ് സാധ്യത, അതായത് വിജയ സാധ്യത കൂടുതലുള്ളത്. ഈ ഒരു മത്സരത്തോടു കൂടി മെക്സിനി ഡുപ്രിയുമായിട്ടുള്ള സ്റ്റോറി ബെക്കി ലഞ്ചിൻ്റെ അവസാനിക്കാൻ സാധ്യതകൾ ഏറെയാണ്. രണ്ടാമത്തേത് മെയിൻ ഇവൻ്റ് ആയിട്ട് നടക്കാൻ പോകുന്നത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് ഫിൻ ബാലർ എന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഫിൻ ബാലറിൻ്റെ നാട്ടിൽ വെച്ചിട്ടാണ് അടുത്ത റോ എപ്പിസോഡ് നടക്കുന്നത് എന്നുള്ള വലിയ പ്രത്യേകതയാണ് ഫിൻ ബാലറിന് ഒറ്റയടിക്ക് ചാമ്പ്യൻഷിപ്പ് മത്സരം കിട്ടാനുള്ള കാരണം. ബെക്കി ലഞ്ചിൻ്റെയും നാട്ടിൽ കൂടിയാണ് അടുത്ത റോ എപ്പിസോഡ് നടക്കുന്നത്. അപ്പോൾ ഈ ഫിൻ ബാലറിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിൻ ബാലറിൻ്റെ പഴയ ആ ഒരു രീതിയിലുള്ളൊരു റിംഗ് ഗിയറിൽ അദ്ദേഹം റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ഫിൻ ബാലറിന് വിജയസാധ്യത ഒട്ടും ഇല്ല. CM പങ്ക് ഒരു ഫൈറ്റിംഗ് ചാമ്പ്യനാണെന്ന് തെളിയിക്കാൻ CM പങ്കിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്. CM പങ്ക് തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ അത് ഫിൻ ബാലറിൻ്റെ 2026 ഫേസ് ടേണിലേക്കുള്ള ഒരു സ്റ്റെപ്പ് കാണിക്കുന്ന രീതിയിലായിരിക്കും ഫിൻ ബാലർ പരാജയപ്പെടാൻ പോകുന്നത്. നിലവിൽ ഫിൻ ബാലർ ഒരു വില്ലനാണ്, പക്ഷേ 2026 ആരംഭിച്ചതിന് ശേഷം ഫിൻ ബാലർ ചെറിയ രീതിയിൽ ഫേസ് ആകാൻ പോകുന്നതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ളൊരു സ്റ്റെപ്പ് അടുത്ത റോ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. ഈ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രിഡിക്ഷൻസ് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE അടുത്ത സ്പെഷ്യൽ ഇവൻ്റായ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലേക്ക് പുതുതായി കൺഫേം ചെയ്ത രണ്ടാമത്തെ മത്സരത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് പുതിയ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ റിയ റിപ്ലി, ഇയോ സ്കൈ തുടങ്ങിയവരുടെ ഒരു സെലിബ്രേഷൻ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. അങ്ങോട്ടേക്ക് ലിവ് മോർഗൻ, റോക്സിനി പെരസ് തുടങ്ങിയവരുടെ ടീം വരുന്നു. പിന്നാലെ ബെയ്ലി, ലൈറ വാൽക്കീരിയ തുടങ്ങിയവർ വരുന്നു. കൂടാതെ പിറകിലൂടെ വന്ന് റിയ റിപ്ലിയെയും ഇയോസ്കയെയും ആക്രമിച്ച കബൂക്കി വാരിയേഴ്സ് പിന്നീട് അങ്ങോട്ട് ഒരു വലിയ ബ്രൗളിനാണ് തുടക്കം കുറിച്ചത്. അങ്ങനെ ഇവരുടെ ഈ ഒരു ബ്രൗള് ഒരു നമ്പർ 1 കണ്ടൻഡേഴ്സ് ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിലേക്ക് പോകുന്നു. അതിഗംഭീരമായിട്ടുള്ള പ്രകടനം നടത്തി ഈ 3 ടീമും ആര് വിജയിക്കുമെന്നുള്ള ആ ഒരു രീതിയിലേക്ക് മത്സരത്തെ കൊണ്ടുപോകുന്നു. അവസാനം ജഡ്ജ്മെൻറ്റുടെ ടീമിലെ ലിവ് മോർഗൻ കൈറി സെയിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തി ഈ നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരത്തിൽ വിജയിച്ച് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ റിയ റിപ്ലി, ഇയോ സ്കൈ തുടങ്ങിയവരുടെ ടീമിൻ്റെ എതിരെ ആ ചാമ്പ്യൻഷിപ്പ് അവസരം മേടിച്ചെടുക്കുന്നു. ആദ്യമായിട്ടായിരിക്കും റിയ റിപ്ലിയും ഇയോ സ്കൈയും ടീമായിട്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ജഡ്ജ്മെൻറ്റുടെ ടീമിനെതിരെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നടക്കുന്ന ഞായറാഴ്ച റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് ആണ് എന്നുള്ളൊരു പ്രത്യേകതയുള്ളത് ഈ ഒരു വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം വുമൻസ് ഡിവിഷനിലെ ടോപ്പ് റെസ്ലേഴ്സ് ടാഗ് ടീം ടൈറ്റിലിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുമ്പോൾ ആര് വിജയിക്കുമെന്നുള്ള ആ ഒരു രീതിയിലൊരു ചോദ്യചിഹ്നം അവിടെ ഉയർന്നു വരും. അത് കഴിഞ്ഞിട്ട് നടക്കുന്നത് വുമൻസിൻ്റെ ഒരു റോയൽ റംബിളൊക്കെയുള്ള ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പരാജയപ്പെടുന്ന റെസ്ലേഴ്സിൻ്റെ ഭാവി എന്ത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലെ ഇപ്പോൾ കൺഫേം ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം നല്ലൊരു വ്യൂവർഷിപ്പ് സമ്മാനിക്കാൻ സാധ്യതകളേറെയാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ദ ഊസോസ് അവരുടെ ടാഗ് ടീം ടൈറ്റിൽ ഇനി അടുത്തതായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് ആൽഫ അക്കാദമി എന്ന് പറയുന്ന ടീമിന് എതിരെ ആയിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. മത്സരം എന്നാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ഔട്ടീസ്, അക്കീറ ടൊസാവ തുടങ്ങിയവർ ജെ ഊസോയുടെ അടുത്തേക്ക് പോയി ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഷോട്ട് ഓപ്പർച്യൂണിറ്റി വേണം എന്ന് പറയുന്നു. ഊസോസ് അത് കൊടുക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിലും മറുപടി കൊടുക്കുന്നുണ്ട്. ജെ ഊസോ ഞങ്ങളാണ് ബെസ്റ്റ് ടാഗ് ടീം, അപ്പോൾ മത്സരിക്കാൻ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ ചെറിയൊരു വെല്ലുവിളിയും നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു മത്സരത്തിൻ്റെ സാധ്യത അവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇനി അത് എന്നാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇനി ഈ ഒരു സ്റ്റോറി ലൈൻ റോ എപ്പിസോഡുകളിൽ അടുത്ത ആഴ്ചകളിൽ മുന്നോട്ടേക്ക് പോയേക്കാം. നാലാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിലും വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫിനി
സ്റ്റെഫിനി വെക്കേറിൻ്റെ കാലിനെ കേന്ദ്രീകരിച്ച് റെഗിൽ റോഡ്രിഗസ് ആക്രമണം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് ഒരു പടി കയറിക്കൊണ്ട് ആ ടൈറ്റിലെടുത്ത് ഇഞ്ചുറിയുള്ള കാലിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണമാണ് റെഗിൽ റോഡ്രിഗസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്റ്റോറി ലൈനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആധിപത്യം കിട്ടി നിൽക്കുന്നത് റെഗിൽ റോഡ്രിഗസ് ആണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുകയാണെങ്കിൽ ആ മത്സരത്തിൽ റെഗിൽ റോഡ്രിഗസിന് വിജയസാധ്യത കൂടുതലുണ്ട്. കാരണം സ്റ്റെഫിനി വെക്കേറിൻ്റെ കാലിന് ഇഞ്ചുറി ഉള്ളതും റെഗിൽ റോഡ്രിഗസിന് നിലവിൽ കിട്ടുന്ന ഒരു മെഗാ പുഷും അനുസരിച്ച് സ്റ്റെഫിനി വെക്കേർ പരാജയപ്പെടാൻ സാധ്യതകൾ ഏറെയാണ്. എന്തായാലും കാണികൾക്കിടയിൽ റെഗിൽ റോഡ്രിഗസിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു സ്റ്റോറി ഇതിനോടകം തന്നെ കണക്റ്റ് ആയിട്ടുണ്ട്. റെഗിൽ റോഡ്രിഗസിൻ്റെ ക്യാരക്ടറിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സെഗ്മെൻറ്റുകളാണ് കഴിഞ്ഞ റോ എപ്പിസോഡിലും ഇന്നത്തെ റോ എപ്പിസോഡിലും നമുക്കിന്ന് കാണാൻ സാധിച്ചത്. അഞ്ചാമത്തെ അപ്ഡേറ്റ് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. സംഭവബഹുലമായിട്ടുള്ള ഒരു എൻഡിംഗ് ആണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിച്ചത്. ഫസ്റ്റ് ടൈം എവർ മത്സരമായിട്ട് നടന്ന ഗുന്തർ വേഴ്സസ് AJ സ്റ്റൈൽസ് തമ്മിലുള്ള മത്സരം ഗുന്തർ വിജയിക്കാൻ പോകുന്നു എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിരുന്നു. പക്ഷേ AJ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഫ്യൂച്ചർ ഹോൾ ഓഫ് ഫെയിമർ, നിലവിലെ ലെജൻസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന AJ സ്റ്റൈൽസിനെ ഗുന്തർ എങ്ങനെയാണ് പരാജയപ്പെടുത്താൻ പോകുന്നത്? പതിവ് പോലെ ഒരു സബ്മിഷനിലൂടെ ആയിരിക്കുമോ ലെജൻസിനെതിരെയൊക്കെ വിജയം നേടിയെടുക്കുന്ന ഗുന്തറിൻ്റെ AJ സ്റ്റൈൽസിനെതിരെയുള്ള ഒരു വിജയം നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ള വലിയൊരു ക്യൂരിയോസിറ്റി തന്നെയാണ് മത്സരം കാണാനുള്ള നമ്മളെ ഏറ്റവും വലിയൊരു പോയിൻ്റായിട്ട് നിർത്തിയത്. എന്നാൽ മത്സരത്തിൽ ഗുന്തർ എന്ന് പറയുന്ന റെസ്ലറും AJ സ്റ്റൈൽസും പതിവ് പോലെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. പക്ഷേ മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഗുന്തർ ടാപ്പ് ഔട്ട് ചെയ്യുന്നതും അത് റഫറി കാണാതെ പോകുന്നതും AJ സ്റ്റൈൽസ് വിജയിക്കുന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതും പിന്നീട് മത്സരം കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് റഫറി റിംഗ് അനൗൺസറോട് പറയുന്നതും ഈ അവസരത്തിൽ AJ സ്റ്റൈൽസിനെ ലോ ബ്ലോ ചെയ്യുന്നതും ഗുന്തർ പിന്നീട് പവർ ബോംബ് ചെയ്ത് AJ സ്റ്റൈൽസിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഒരു ഗുന്തർ എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു വിജയ രീതിയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ഒരേ സമയത്ത് ഗുന്തറിൻ്റെ വില്ലനിസം കാണിച്ചു, അതായത് ലെജൻസിനെ ഒട്ടും റെസ്പെക്റ്റ് ചെയ്യാതെയുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, പ്രകടനം. അതേ സമയത്ത് AJ സ്റ്റൈൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതായത് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പരാജയം AJ സ്റ്റൈൽസിന് കൊടുത്തില്ല. ഒരു റീമാച്ചിൻ്റെയും ഈ സ്റ്റോറിയുടെയും ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടായിരിക്കുന്ന രീതിയിൽ AJ സ്റ്റൈൽസിനെ പരാജയപ്പെടുത്തി. അപ്പോൾ എന്തുകൊണ്ടും മികച്ച രീതിയിൽ അവർ ഇന്നത്തെ മെയിൻ ഇവൻറ്റ് ചെയ്തിട്ടുണ്ട്. AJ സ്റ്റൈൽസ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള മത്സരം ഒരിക്കൽ കൂടി നടക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഇപ്പോൾ ഇന്ന് കണ്ട AJ സ്റ്റൈൽസിനേക്കാൾ കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള AJ സ്റ്റൈൽസിനെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ഇതുവരെ AJ സ്റ്റൈൽസ് ജോൺസിനെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സെഗ്മെൻറ്റ്സും അദ്ദേഹത്തിൻ്റെ ആ സംസാര രീതിയും ഒക്കെ ഉണ്ടായിരുന്നത്. ജോൺസിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ഗുന്തറിനെതിരെ താൻ ആ റെസ്പെക്റ്റ് പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നു എന്നുള്ള AJ സ്റ്റൈൽസിൻ്റെ ആ ഒരു രീതിയിൽ നിന്ന് ഇനി AJ സ്റ്റൈൽസ് സ്വയം താൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗുന്തറിനെതിരെ മത്സരിക്കാൻ വേണ്ടി റിങ്ങിൽ ഇറങ്ങുന്ന രീതിയിലേക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ അവർക്ക് ഇന്നത്തെ ഈ ഒരൊറ്റ മത്സരം കൊണ്ട് സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഗുന്തറിനെയും AJ സ്റ്റൈൽസിനെയും ഇനിയുള്ള ആഴ്ചകളിൽ റോ എപ്പിസോഡിൽ കാത്തിരിക്കുന്നത്. ഇന്നത്തെ മെയിൻ ഇവൻറ്റിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ബ്രോൺ ബ്രേക്കർ എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡിലെ ഏറ്റവും വലിയൊരു ടോക്കിംഗ് പോയിന്റ് ബ്രോൺ ബ്രേക്കറിനെ സസ്പെൻഡ് ചെയ്ത സ്റ്റോറി ലൈനെ സംബന്ധിച്ച് തന്നെയാണ്. അപ്പോൾ ജനറൽ മാനേജറായ ഏദം പിയേഴ്സിൻ്റെ ദേഹത്ത് കൈവച്ചതിനെ തുടർന്നാണ് ബ്രോൺ ബ്രേക്കറിനെ സസ്പെൻഡ് ചെയ്തത്. കൂടാതെ ബ്രോൺ ബ്രേക്കർ ഏദം പിയേഴ്സ് പറഞ്ഞത് കേൾക്കാതെ പെൻഡ, ഡ്രാഗൺ ലീ തുടങ്ങിയവരെ ബ്രൂട്ടലായിട്ട് സ്പിയർ ചെയ്തതും സസ്പെൻഷനിലേക്ക് നയിക്കുന്ന മറ്റൊരു കാരണമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ബ്രോൺ ബ്രേക്കറിനെ സസ്പെൻഡ് ചെയ്ത സ്റ്റോറി കാണിക്കാൻ ഏക കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്ത ബ്രോക്ക് ലെസ്നർ എന്ന ക്യാരക്ടറിലേക്ക് ബ്രോൺ ബ്രേക്കറിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ബ്രോക്ക് ലെസ്നറിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ആർക്കെതിരെ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ബ്രോക്കിൻ്റെ ഒരു പ്രത്യേകത, കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ആ രീതിയിലേക്ക് ബ്രോൺ ബ്രേക്കറിനെ വേറിട്ട ഒരു രീതിയിൽ, അതായത് ബ്രോക്ക് ലെസ്നർ നല്ല സ്പീഡുള്ള റെസ്ലറാണെന്ന് നമുക്കറിയാം. പക്ഷേ ബ്രോൺ ബ്രേക്കർ അതിനേക്കാൾ സ്പീഡുള്ള ഒരു റെസ്ലറാണ്. അതായത് ഓടി വന്ന് സ്പിയർ ചെയ്യുന്ന ഒരു മൊമെൻ്റൊക്കെ കണ്ടാൽ ബ്രോക്ക് അദ്ദേഹത്തിൻ്റെ പീക്ക് ടൈമിൽ, പ്രൈം ടൈമിലൊന്നും ഇത്തരത്തിലുള്ള മൂവ്സ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ബ്രോൺ ബ്രേക്കർ എടുക്കുന്ന എഫേർട്ട്, ആ ഓടി വന്ന് എവിടെയും ആരെയും സ്പിയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട്, അത് അദ്ദേഹത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസ്ലറാക്കി കാണിക്കുന്നു. അപ്പോൾ ബ്രോക്ക് ലെസ്നറിന് കൊടുത്ത ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത, എപ്പോൾ എന്ത് വേണമെങ്കിലും ആർക്കെതിരെ
എടുക്കുന്ന ഒരു ഗഡ്സ് ആ ഒരു രീതിയിലേക്ക് ബ്രോൺ ബ്രേക്കറെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോറി ലൈൻ സസ്പെൻഷൻ കൊടുത്തത്. ഈ അനിശ്ചിതകാലത്തെ സസ്പെൻഷൻ കഴിഞ്ഞ് ബ്രോൺ ബ്രേക്കർ ഇനി എന്നാണ് തിരികെ വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ബ്രോൺ ബ്രേക്കറിനെ എവിടെ വേണമെങ്കിലും ആർക്കെതിരെ വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലേക്ക് താരത്തിൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ ഇന്നത്തെ ഈ ഒരു സസ്പെൻഷൻ സ്റ്റോറി ഉപയോഗിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ റോ എപ്പിസോഡ് കിടിലമായിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.